ഹലോ ഗസ്, അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നതാ ഒരു ക്ലാസിക് 350 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ. അപ്പോൾ ഒരു ബുള്ളറ്റ് കിട്ടിയപ്പോൾ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ 2017 മോഡലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ റിവ്യൂയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെ ബെല്ലേക്കിനെ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. കൂടുതലും ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഒന്ന് പോയി വാച്ച് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ലുക്കും കാര്യങ്ങളാണ് വരിക. 2017 മോഡലായതുകൊണ്ട് തന്നെ അതിൻ്റേതായ പോരായ്മകൾ എന്തായാലും ഈ ക്ലാസിക് 350 ഉണ്ട്. ഇപ്പോൾ കുറേയൊക്കെ അപ്ഡേറ്റ് ആയിട്ട് പലതരം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ബുള്ളറ്റൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ FI ആണ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിപ്പോഴും കാർബറേറ്ററാണ്. അപ്പോൾ അതിൻ്റേതായ ചില വിഷയങ്ങൾ കാര്യങ്ങൾ എന്തായാലും ഈ ക്ലാസിക് 350 നമുക്ക് ഇതിൻ്റെ വാക്ക് അറൗണ്ട് ഒരു വീഡിയോ ചെയ്ത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസിക് ലുക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ് ഈ ക്ലാസിക് 350 ഇപ്പോഴും. ക്ലാസിക് 350 നല്ല ബുള്ളറ്റുകൾ ഇപ്പോഴും. അപ്പോൾ ഇപ്പോഴും ഒരു ക്ലാസിക് ലുക്ക് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു ബൈക്കാണ് നമ്മളെ ബുള്ളറ്റുകളൊക്കെ, ഇപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് ജസ്റ്റ് കാണിച്ചു തരാം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ 2017 മോഡലാണ്. അപ്പോൾ അതിൻ്റേതായ പോരായ്മകൾ എന്തായാലും വാഹനത്തിനുണ്ട്. പിന്നെ എൻ്റെ ഹെൽമെറ്റ് അവിടെ ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അത് വേറെ വെക്കാൻ പറ്റുന്ന സ്ഥലമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ ഹാങ് ചെയ്തിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ ലെവലിലാണ് ലുക്കും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ പുറകിലെ ലുക്കായാലും ഫ്രണ്ടിലെ ലുക്കായാലും സൈഡ് പ്രൊഫൈലായി കഴിഞ്ഞാലും ഒന്നും എന്താ പറയുക ഇപ്പോഴും വല്ലാണ്ട് ചേഞ്ച് ഇല്ല. അതായത് 2023 മോഡൽ ബുള്ളറ്റ് നോക്കിക്കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ എൻജിൻ സൈഡ് റിഫൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്, നമ്മുടെ FI കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അല്ലാണ്ട് ഈ ലുക്കിൽ ഈ റൗണ്ട് ഹെഡ്ലൈറ്റ്, ഈ റൗണ്ട് ഇൻഡിക്കേറ്റേഴ്സ്, ഇതിലൊന്നും ഇപ്പോഴും അവരൊരു മാറ്റം കൊണ്ടുവന്നിട്ടില്ല എന്നല്ല, ആ ഒരു എന്താ പറയുക ഇപ്പോൾ പഴയ വിൻറ്റേജ് ലുക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് റോയൽ എൻഫീൽഡ് ഇപ്പോഴും ബുള്ളറ്റുകൾ പുറത്തിറക്കിക്കൊണ്ടിരിക്കണേ. അപ്പോൾ നമുക്ക് ഓരോ ഭാഗത്തു നിന്ന് വാങ്ങാം. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം കാണാം ഈ റൗണ്ട് ഹെഡ്ലൈറ്റും കാര്യങ്ങളാണ്. അപ്പോൾ മൊത്തം ഹാലജനാണ്, ഒരൊറ്റ LED സംഭവങ്ങൾ ഇതിലില്ല. പക്ഷേ ഇതിൽ ഒരു പാർക്കിൻ്റെ LED ബൾബ് കൊടുത്തിട്ടുണ്ട്. അല്ലാണ്ട് വേറെ ഒരു സംഭവം ഇതിൽ LED ആയിട്ട് ഇൻബിൽഡായിട്ട് കമ്പനി കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ ഹെഡ്ലൈറ്റ് കൊണ്ട് കാര്യങ്ങളും കാണാം. അത് കഴിഞ്ഞ് നമുക്ക് ഏറ്റവും കൂടുതൽ വിസിബിൾ ആവുന്ന ഒരു ഭാഗം ഇതിൻ്റെ മഡ് ഗാർഡ് കാര്യങ്ങളാണ് കേട്ടോ. അത്രയും വലിയൊരു മഡ് ഗാർഡ് കാര്യങ്ങളായിട്ടാണ് വരിക. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെയാണ് വരിക. അപ്പോൾ അതിന് ജസ്റ്റ് ഒരു കവറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് കൊടുത്താണെന്നുള്ളൂ കേട്ടോ. അതായത് വേറെ ആഫ്റ്റർ മാർക്കറ്റായിട്ട് സംഭവം ചെയ്തതാണ്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാം ഈ മിറേഴ്സാണ്. ഒരു നിക്കിൾഡ് ആയി കഴിഞ്ഞാൽ ഒരു ഫൈബർ മിറേഴ്സും കാര്യങ്ങളും വരും. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ലുക്ക് തന്നെ ശരിക്കും ഒരു ക്ലാസിക് ലുക്കിലേക്ക് കൊണ്ടുവന്നതന്നെ ആ ഒരു മിററും ഈ റൗണ്ട് ഹെഡ്ലൈറ്റും ആ വലിയൊരു മഡ് ഗാർഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ആഫ്റ്റർ മാർക്കറ്റായ ക്രാഷ് കാർഡാണ് നമുക്ക് ആദ്യം എടുത്ത് കാണാം. അപ്പോൾ ക്രാഷ് കാർഡ് കാര്യങ്ങളൊക്കെ വേറെ സെറ്റ് ചെയ്താണ് കേട്ടോ. അപ്പോൾ അതിന് ഒരു റോപ്പും കാര്യങ്ങളൊക്കെ ചുറ്റിയിട്ടുണ്ട്, പോട്ടെ, അത് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. പിന്നെ 2017 മോഡലായതുകൊണ്ട് അതിൻ്റേതായ കുറേ ഫിനിഷിംഗ് കമ്മിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം 6 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട്. അപ്പോൾ അതിൻ്റെതായ പോരായ്മകൾ എന്തായാലും വാഹനത്തിനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് റിവ്യൂ ആയിട്ട് ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ബുള്ളറ്റിൻ്റെ ഒരു തനതായ കംപ്ലൈൻ്റ് ആയ തുരുമ്പ് ഈ വാഹനത്തിലുണ്ട്. അപ്പോൾ വല്ലാണ്ടൊന്നുമില്ല, ചെറിയ ചെറിയ അവിടെ ഇവിടെയൊക്കെ തുരുമ്പൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് പറയണമെന്നുള്ളൂ. അപ്പോൾ അത്യാവശ്യം വലിയൊരു ടാങ്കും കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാം. അപ്പോൾ അതിന് റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളും കാണാം. പിന്നെ ഒരു ടാങ്കിൽ നമ്മൾ ഒരു എന്താ പറയുക എക്സ്പോർട്ട് പോലെ ഒരു സംഭവമായിട്ട് ഇവിടെ ഒരു പാഡിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് സൈഡിൽ വരിക. പിന്നെ ഇവിടെയാണ് നമ്മുടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് വരും, എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ വരും ഈ ഒരു ഭാഗത്ത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ സൈഡിലെ ലുക്കും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാനിവിടെ ഹെൽമെറ്റ് ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് തുരുമ്പിൻ്റെ വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ബാഗത്തെ ഗ്രാബ് ഹാൻഡിൽ കാര്യങ്ങളൊക്കെ തുരുമ്പായിട്ടുണ്ട്. പിന്നെ നമുക്ക് സീറ്റ് കാര്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ സ്പ്ലിറ്റായിട്ട് 2 സീറ്റാണ് വരിക. അത്യാവശ്യം നല്ല കംഫർട്ടുള്ള സീറ്റുകൾ തന്നെയാണ് കേട്ടോ. നമ്മുടെ എന്താ പറയുക ഡ്രൈവർ സീറ്റ്, ഈ ഒരു സീറ്റ് വലിയൊരു സുഖം കിട്ടില്ല, പിൻ സീറ്റ്. അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല സുഖം തന്നെയാണ് യാത്ര ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് ഒരു സപ്പോർട്ടായിട്ട് ചെറിയൊരു സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കംഫർട്ടാണ്. നമ്മളവിടെ ഇരുന്ന് സഞ്ചരിക്കുമ്പോൾ പോലും നമുക്ക് നല്ലൊരു സുഖമാണ് ഈ സീറ്റ് കൊണ്ട് നമുക്ക് റൈഡർക്ക് കിട്ടാൻ പോകുന്നത്. പക്ഷേ പുറകിലിരിക്കാനുള്ള അവസ്ഥ കുറച്ച് കഷ്ടം തന്നെയാണ്. അത് ഇതിന് ലോങ്ങൊക്കെ ഇതിൽ പുറകിലിരുന്ന് പോയവർക്ക് ചിലപ്പോൾ മനസ്സിലാവും. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിലും നമുക്ക് എന്താ പറയുക ഇപ്പോൾ ഒരു പക്കാ സുഖം എന്ന് പറയാൻ എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയണത്. പിന്നെ നമ്മളിനി പുറകിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ റോയൽ എൻഫീൽഡിൻ്റെ ചെറിയൊരു ബാഡ്ജിങ്ങും കാര്യങ്ങളും കാണാം. പിന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ തൊട്ട് താഴെ നമ്മുടെ മഡ് ഗാർഡിൽ ഇതിൻ്റെ ഒരു ടൈൽ ലൈറ്റും ഇൻഡിക്കേറ്ററും കൂടെ ഉള്ള ഒരു അസംബ്ലിയായിട്ട് മൊത്തത്തിൽ കാണാം. അപ്പോൾ ടൈൽ ലൈറ്റ് കാര്യങ്ങളത് ബ്രേക്ക് ലൈറ്റ് ഹാലജനാണ്, മൊത്തം ഇൻഡിക്കേറ്റേഴ്സ് ഹാലജനാണ്. അപ്പോൾ താഴെ നമുക്കൊരു എന്താ പറയുക ഇപ്പോൾ റിഫ്ലക്ടർ വിൻഡും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇങ്ങനെ വളരെ ലളിതമായിട്ട് കൊടുത്ത ഒരു ഡിസൈനും കാര്യങ്ങളാണ്
ഈ ഒരു ക്ലാസിക് 350ക്ക് വരുന്നത്. ഇപ്പോൾ ഇപ്പുറം ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു നമ്മൾ എന്താ പറയുക ഇപ്പോൾ സ്റ്റോറേജ് സ്പേസ് പോലെ ഇതും പിന്നെ ഇവിടെ ഒരു ബാറ്ററിയുടെ കമ്പാർട്ട്മെൻറ്റ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സൈഡ് പ്രൊഫൈൽ കാര്യങ്ങളൊന്നും നിങ്ങളോട് വെറുതെ വിവരിക്കേണ്ട, ജസ്റ്റ് കാണിച്ചു തന്നാൽ മതി. നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടും ചിലപ്പോൾ ഉപയോഗിച്ചിട്ടും ചിലവരൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ബൈക്ക് തന്നെയാണ് ക്ലാസിക് 350 ഒക്കെ. അപ്പോൾ അതുകൊണ്ട് വെറുതെ വലിച്ചിട്ടില്ല. എന്തായാലും വീഡിയോ എടുക്കുന്നതുകൊണ്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഭാഗത്തേക്ക് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ കടന്ന് ഇങ്ങനെ സംസാരിക്കാം. നമ്മൾ ഈ ഭാഗത്ത് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലുതായി തോന്നുന്നത് ഇതിൻ്റെ ടാങ്കാണ്. ഏകദേശം 14 ലിറ്റർ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റിയിലെ ഒരു ഫ്യൂൾ ടാങ്ക് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഒരൊറ്റ പോരായ്മയേ ഉള്ളൂ, ഫ്യൂൾ ടാങ്കിൽ ഫ്യൂൽ ഗേജ് ഇല്ല. 2017 മോഡലിൽ അതാണ് ഏറ്റവും വലിയ പോരായ്മ തന്നെ പറയാം. പക്ഷേ ബുള്ളറ്റ് നോക്കുന്നവരാരും ഫ്യൂൽ അടിക്കാതിരിക്കില്ല. അതായത് എപ്പോഴും റിസർവിന് മേലെ മിക്ക ബുള്ളറ്റ് യൂസേഴ്സും ഫ്യൂൽ അടിച്ച് കൊണ്ടുനടക്കാറുണ്ട്. അതുകൊണ്ട് വലിയൊരു വിഷയം വരാറില്ല. എന്നാൽ പോലും ഫ്യൂൽ ഗേജ് ഇല്ലാത്തൊരു പോരായ്മ തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമുക്ക് ടാങ്ക് ഓപ്പൺ ചെയ്യേണ്ട ഒരു കീ ഹോള് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അപ്പോൾ അത്യാവശ്യം വലിയൊരു ടാങ്ക് തന്നെയാണ്. പക്ഷേ നമ്മൾ മര്യാദയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ക്വാളിറ്റി പറഞ്ഞ പെട്രോൾ കാര്യങ്ങളൊക്കെ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക ഇപ്പോൾ സ്വാഭാവികമായിട്ട് തുരുമ്പ് കാര്യങ്ങളൊക്കെ പിടിക്കാൻ ഏറ്റവും ചാൻസ് ഉള്ളൊരു വാഹനം തന്നെ കേട്ടോ ബുള്ളറ്റ്. അപ്പോൾ ടാങ്കിലൊക്കെ തുരുമ്പായി കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കാർബറേറ്ററിന് കാര്യങ്ങൾക്ക് ഇഷ്യൂ വരാനുണ്ട്. അതായത് എന്താ പറയുക കാർബറേറ്റർ മിസ്സിങ് കാര്യങ്ങളൊക്കെ കാണിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ചിലവരൊക്കെ ഏറ്റവും കൂടുതൽ നേരിട്ടൊരു പ്രശ്നമാവും ബുള്ളറ്റിന് നമുക്ക് മിസ്സിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ടാങ്കിലെ തുരുമ്പാണ് മെയിനായിട്ട് ആ ഒരു കാര്യത്തിന് വില്ലനായിട്ട് വരാറുള്ളത് പൊതുവേ. അപ്പോൾ ടാങ്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ മീറ്റർ കൺസോൾ ഭാഗത്തേക്കൊക്കെ കിടക്കട്ടോ. അപ്പോൾ ഫുള്ളി ഡിജിറ്റലായിട്ടൊന്നല്ല, ഫുള്ളി അനലോഗ് ആയിട്ടുള്ള ഒരു മീറ്ററും കാര്യങ്ങളാണ് ഇതിന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു സ്പീഡോമീറ്റർ കാര്യങ്ങൾ, അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഓഡോമീറ്റർ കാര്യങ്ങൾ കാണാം. അപ്പോൾ 2017 മോഡലാണ്, പക്ഷേ ഇത് വളരെ കുറച്ച് കൂടിയിട്ടുള്ളൂ. ഇപ്പോൾ 31,000 കിലോമീറ്റർ നിലവിൽ റൺ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു ആംബിയറിൻ്റെ ഗേജും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ നമുക്കിവിടെ കീ ഹോള് കാര്യങ്ങളും കാണാം. അതായത് ഇതിൽ നമുക്ക് ഹാൻഡിൽ ലോക്ക് കാര്യങ്ങളൊന്നുമില്ല. എല്ലാ ബുള്ളറ്റുകളെ പോലെ തന്നെ നമുക്ക് ഹാൻഡിൽ ലോക്ക് കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ ഇവിടെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ജസ്റ്റ് ഇഗ്നിഷൻ ഓൺ ഓഫ് ചെയ്യാനുള്ള മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് സ്വിച്ചുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പാസിൻ്റെ സ്വിച്ച് ഉണ്ട്, ഒരു ഡിമ്മ് ബ്രൈറ്റിൻ്റെ സ്വിച്ച് ഉണ്ട്, ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് ഉണ്ട്, ഹോണിൻ്റെ സ്വിച്ച് ഉണ്ട്. പിന്നെ നമുക്കിവിടെ എൻജിൻ്റെ സ്വിച്ച് ഉണ്ട്, എൻജിൻ സ്വിച്ച് ഉണ്ട്. പിന്നെ ഇവിടെ സെൽഫ് സ്റ്റാർട്ടിൻ്റെ സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഇത്ര സംഭവങ്ങളെ ഈ ഒരു ഭാഗത്തുള്ളൂ. പിന്നെ നമ്മുടെ മിററിൻ്റെ വിസിബിലിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാതെ വിസിബിലിറ്റിയിൽ മിററും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സൈഡ് മിറർ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വല്ലാണ്ട് ഒന്നും കാണിക്കാത്തത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വിസിബിലിറ്റി ആയിരുന്ന മിററും കാര്യങ്ങളാണ് ഈ ക്ലാസിക് 350ക്ക് ഉള്ളത്. ഈ റൗണ്ട് മിററാണ് ഇതിന് അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നിക്കിൾഡ് മിററാണ് സത്യം പറഞ്ഞാൽ ക്ലാസിക് 350ക്ക് കാണാൻ ലുക്കുള്ളത്. ഇനി നിങ്ങളുടെ അഭിപ്രായം അത് രസമല്ലാന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അപ്പോൾ ഫ്യൂൽ ഗേജ് ഇല്ലാത്ത ഒരു മീറ്റർ കൺസോളായിപ്പോയി ഇതിൻ്റെ. പിന്നെ ബാക്കി വാണിങ്സ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇൻഡിക്കേറ്ററിൻ്റെ വാണിങ്സ്, ന്യൂട്രൽ, അതുപോലെ നമുക്ക് ബ്രൈറ്റ് കാര്യങ്ങൾ, ഡിമ്മ് ബ്രൈറ്റിൻ്റെ അതായത് ബ്രൈറ്റിൻ്റെ വാണിങ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കാം, സിഗ്നൽ കാര്യങ്ങളൊക്കെ. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചിട്ട് ഒരു ഇതുമില്ലാത്തൊരു ട്രിപ്പ് 1 ട്രിപ്പ് 2 വരെ നമുക്ക് സെറ്റ് ചെയ്യാൻ ഒരു ഇതുമില്ലാത്ത ഒരു ബൈക്ക് തന്നെയാണ് നമ്മുടെ ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് അല്ല ക്ലാസിക് 350 എന്ന് തന്നെ എനിക്ക് പറയാം. അപ്പോൾ നമുക്കിതിൻ്റെ മെയിൻ പാർട്ടായതൊരു എഞ്ചിനിലേക്ക് കിടക്കാം. അപ്പോൾ ഒരു 350 എന്നുള്ളതുകൊണ്ട് 346 cc ഒരു എഞ്ചിനും കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ട്വിൻ സ്പാർക്കും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ എന്താ പറയുക, ഇപ്പോൾ ഒരു ഹൈഡ്രോളിക് ടാപ്പറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നമ്മൾ വാൾ മെക്കാനിസത്തിനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് മര്യാദയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫണ്ട് പൊട്ടാൻ ചാൻസ് കൂടുതലുള്ള ഒരു ബൈക്ക് തന്നെയാണ് നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് 350 ഒക്കെ. സ്റ്റാൻഡേർഡ് പിന്നെയും കംപ്ലയിൻറ്റ് കുറവെന്ന് പറയാം. ഈ സ്റ്റാർട്ടിംഗ് മോട്ടർ കാര്യങ്ങളൊക്കെ ക്ലാസിക്കിന് കുറച്ച് പണികൾ തരാറുണ്ട്. പിന്നെ പൊതുവെ മെയിൻ്റനൻസ് കോസ്റ്റ് നമ്മുടെ നോർമൽ ബൈക്കിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തിരി കൂടുതൽ തന്നെയാണ് നമ്മുടെ ക്ലാസിക് 350 എന്നല്ല റോയൽ എൻഫീൽഡിൻ്റെ മിക്ക വാഹനങ്ങളും. അപ്പോൾ അതുപോലെ തന്നെ ഇവരും ആ കാര്യത്തിൽ പിന്നോട്ടല്ല. അപ്പോൾ നമുക്ക് എൻജിൻ സൈഡിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത ഡീസൻ്റായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ പവർ ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 21 PS പവറും 28 Nm ടോർക്കും കാര്യങ്ങളും ഈ എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഒരു 5 സ്പീഡ് ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്ത
മൈലേജ് കാര്യങ്ങൾ നമുക്ക് മര്യാദയ്ക്ക് കൊണ്ടുനടന്നാൽ കിട്ടും. അതായത് 350cc ആണ്, എന്തായാലും മര്യാദയ്ക്ക് കൊണ്ടുനടന്നാൽ വേറെ ആഫ്റ്റർ മാർക്കറ്റ് സൈലൻസർ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പർ മെയിൻ്റെനൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 35 വരെ നമുക്ക് ഇതിന് കിട്ടും. അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഒരു 30 to 35 ഇടയ്ക്കാണ്. 35 എബോ കിട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ബുള്ളറ്റിന് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. വേറെ ഒന്നുമല്ല, ഇതിന് ആഫ്റ്റർ മാർക്കറ്റ് സൈലൻസർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 30 എബോ കിട്ടേണ്ടതാണ്. കാര്യമായിട്ട് ചെക്ക് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു പോരായ്മ എന്ന് പറയുകയാണെങ്കിൽ കംപ്ലയിൻറ്റുകൾക്ക് കൂടെ ഒപ്പം ഉള്ളൊരു പ്രശ്നമാണ് നമുക്ക് ഓവർ ഹീറ്റിങ്ങിൻ്റെ. അതായത് ഒരു എയർ കൂൾഡ് എഞ്ചിനാണ്, ഓയിൽ കൂൾഡോ ലിക്വിഡ് കൂൾഡോ ഒന്നുമല്ല. അപ്പോൾ അതിൻ്റേതായ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ എന്തായാലും ഉണ്ട്. നമ്മളിപ്പോൾ ലോങ് ഒക്കെ പോകുമ്പോൾ അത്യാവശ്യം ചൂടുള്ളൊരു ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലുകളുടെ ഭാഗത്തേക്ക് നല്ല അടിപൊളിയായിട്ട് ചൂടടിച്ച് കയറും. അപ്പോൾ എയർ കൂൾഡ് എഞ്ചിനാണ്, അത്യാവശ്യം ഫിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു കൂളിംഗ് എഫിഷ്യൻസി കുറച്ച് കുറവ് തന്നെയാണെന്ന് തന്നെ പറയാം. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബുള്ളറ്റ് ഉപയോഗിക്കുന്നവർക്ക് എന്തായാലും അറിയുന്നുണ്ടാവും ആ ഒരു പോരായ്മ തന്നെയാണ്. അപ്പോൾ ഈ സൈലൻസറിൻ്റെ സൈഡിലൊക്കെ നമുക്ക് മനസ്സിലാവും നല്ല രീതിയിൽ ചൂടടിച്ച് കയറും. അപ്പോൾ കുറച്ച് റൺ ചെയ്ത് വന്നിട്ട് സൈലൻസറിൻ്റെ ഒരു ഭാഗത്ത് പോലും ജസ്റ്റ് തൊടാൻ പോലും പറ്റില്ല. കുറച്ച് പോയി വന്നാൽ ഒരു ഭാഗത്ത് തൊടാൻ പറ്റില്ല, അപ്പോൾ തന്നെ കൈ വീഴും. അത്രയും എന്താ പറയുക, ഇപ്പോൾ ചൂട് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് നമ്മുടെ ഈ റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 നല്ല ബുള്ളറ്റുകൾ ഒരുവിധം. അപ്പോൾ പറഞ്ഞിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ലാസിക് 350 എന്നല്ല ബുള്ളറ്റുകൾ ഏതെടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അതിനോടൊരു ക്രേസ് ഉണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ വാഹനം സ്വാഭാവികമായിട്ടും നമ്മളെ നല്ല രീതിയിൽ മടുപ്പിക്കും. കംപ്ലയിൻസ് കൊണ്ടാണെങ്കിലും മെയിൻ്റനൻസ് കോസ്റ്റ് കൊണ്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് ചില നേരത്തുള്ള റൈഡിങ് കംഫർട്ടാണെങ്കിലും വൈബ്രേഷൻ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നമുക്കൊരു ക്രേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുനടക്കും. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ കൊടുത്ത് ഒഴിവാക്കും. അതാണ് ഈ ക്ലാസിക് 350യുടെ ഒരു കുഴപ്പം. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ തുരുമ്പ് ഈ റോയൽ എൻഫീൽഡിൻ്റെ കൂടപ്പിറപ്പാണ്. അപ്പോൾ അതുപോലെ തന്നെ വല്ലാണ്ട് വെള്ളം ഒഴിച്ച് നനച്ച് കുളിച്ച് കഴിഞ്ഞാൽ, അതായത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വണ്ടീനുള്ള സ്നേഹം കൂടിയിട്ട് വെറുതെ വാഷ് ചെയ്ത് കളിക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ തുരുമ്പ് കിട്ടും. അപ്പോൾ ഈ വാഹനത്തിന് ഈ ഗ്രാബ് റെയിലിൻ്റെ അവിടെ പൊട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ ഇവിടെ കഴിച്ചു നോക്കിയാൽ അറിയാം, ചേസിൻ്റെ ഭാഗത്തൊക്കെയാണ് കൂടുതലായിട്ടും തുരുമ്പും കാര്യങ്ങളൊക്കെ കാണാറുള്ളത് പൊതുവേ. അപ്പോൾ ഇതിന് കാര്യമായിട്ടൊന്നും ബാധിച്ചിട്ടില്ല. പക്ഷേ ഇതിന് മര്യാദയ്ക്ക് നമ്മൾ കൊണ്ടു നടന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതിന് അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പ് വരും. ഇത് നല്ല ബുള്ളറ്റുകൾ റോയൽ എൻഫീൽഡിൻ്റെ ഒരുവിധ വാഹനങ്ങൾക്കുള്ള കംപ്ലയിൻറ്റ് തന്നെയാണ്. അപ്പോൾ ആ ഒരു കംപ്ലയിൻറ്റ് ഈ ഒരു ബുള്ളറ്റിലുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ എൻജിൻ സൈഡ് കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ അടുത്തതിന് അത്യാവശ്യം കംപ്ലയിൻറ്റ് വരുന്നൊരു ഭാഗം കൂടിയാണ് നമ്മുടെ ചെയിൻ പോക്കറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ മര്യാദയ്ക്ക് മാനേജ് ചെയ്തില്ല, ലൂബ് ചെയ്തില്ല, അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുനടന്നില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടിച്ചു പോകുന്ന ഒരു സാധനമാണ് ഇതിൻ്റെ ചെയിൻ പോക്കറ്റും കാര്യങ്ങളൊക്കെ. മാറാനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത എമൗണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ റഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു തരിപ്പാവുന്ന ഒരു വാഹനം തന്നെയാണ് ക്ലാസിക് 350. മര്യാദയ്ക്ക് കൊണ്ടുനടക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വാഹനം തന്നെയാണ്. അപ്പോൾ നമ്മളിനി അടുത്ത് പറയാൻ പോകുന്നത് ഇതിൻ്റെ സസ്പെൻഷൻ ഉണ്ടോ. അപ്പോൾ പുറകിൽ സസ്പെൻഷനിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഒരു ട്വിൻ ഗ്യാസ് ചാർജ്ഡ് അതായത് നമ്മുടെ നോർമൽ ഷോക്ക് അബ്സറാണ് ഒരു ഗ്യാസ് ചാർജ്ഡ് ആയത്. അപ്പോൾ രണ്ട് സൈഡിലും ഓരോ ഷോക്ക് അബ്സറോ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ഈ സീറ്റിന്, അതായത് റൈഡർ സീറ്റിന് കാര്യങ്ങൾക്കും താഴെ ഒരു സ്പ്രിങ് സപ്പോർട്ടും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ വലിയ ആക്ഷൻ എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം കംഫർട്ടുള്ള സസ്പെൻഷനാണ്. അത്യാവശ്യം വെയിറ്റുള്ള വാഹനമായതുകൊണ്ട് നമുക്ക് അത് ഫീൽ ചെയ്യുകയും ചെയ്യും. ഇനി നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ വരികയാണെങ്കിൽ ഒരു ടെലസ്കോപ്പിക് ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ സിസ്റ്റമാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു വേറെ ഒരു കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ കാണാം. പക്ഷേ സംഭവം ടെലസ്കോപ്പിക് തന്നെയാണ്. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ഒരു റൈഡിങ് കംഫർട്ട് കാര്യങ്ങളും സസ്പെൻഷൻ്റെ ഭാഗത്തു നിന്നുണ്ട്. നമ്മളെ വലിയ വെറുപ്പിക്കാത്ത രീതിയിലാണ് ഈ വാഹനത്തിൻ്റെ ഒരു സസ്പെൻഷൻ്റെ ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പണിയിരുന്ന വലിയ പ്രശ്നങ്ങളൊന്നും സസ്പെൻഷനില്ല. സസ്പെൻഷൻ വലിയ കുഴപ്പമില്ലെങ്കിലും ഇതിൻ്റെ പരാജയം ഒരു സംഭവമുണ്ട്, ബ്രേക്സ്. അപ്പോൾ ഇത്രയും വലിയൊരു വെയിറ്റുള്ള വാഹനത്തിന് നമ്മൾ ബ്രേക്കിംഗ് എഫിഷ്യൻസി വളരെ കുറവ് തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ. അതായത് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ഉണ്ട്, പക്ഷേ അന്ന് ABS കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ പോലും ഇതിൻ്റെ ബ്രേക്കിംഗ് എഫിഷ്യൻസി വളരെ കുറവാണെന്ന് തന്നെ പറയാം. ഇപ്പോൾ ഫ്രണ്ട് നമുക്ക് ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളും കാണാം. പിന്നെ നമുക്ക് പുറകിൽ വരുമ്പോൾ ഇതിന് ഡ്രം ബ്രേക്കും കാര്യങ്ങളാണ്. അതായത് പുറകിൽ ബ്രേക്കാണ് വൻ പരാജയം. അതായത് വലിയ ഒരു മഴയത്ത് കൂടെ വെള്ളത്തിലൂടെ പോയി കഴിഞ്ഞാൽ ബ്രേക്ക് മര്യാദയ്ക്ക് പിടിച്ചാൽ കിട്ടില്ല എന്നല്ല. പിന്നെ നമ്മൾ അത്യാവശ്യം സ്പീഡിലൊക്കെ പോയിട്ട് ബാക്കിലെ ബ്രേക്ക് മാത്രം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ പുറകു ഭാഗം തിരിയാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതായത് ഒരു സൈഡിലേക്ക് അങ്ങ് സ്കിപ്പ് ചെയ്ത് മാറും. അങ്ങനത്തെ ഒരു കുഴപ്പം കൂടി ഈ ബുള്ളറ്റിനുണ്ട്. അപ്പം ബ്രേക്കിംഗ് എഫിഷ്യൻസി വളരെ മോശമാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഉപയോഗിക്കുന്നവർക്ക് എന്തായാലും അറിയുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ബ്രേക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം മോശം തന്നെയാണെന്ന് പറയാം.
പിന്നെ ഇതിൻ്റെ വേറൊരു കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ അലോയ് വീൽസ് അല്ല, സ്പോക്ക് വീൽസാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ലൂസാവുന്ന പരിപാടികളൊക്കെ ഈ സ്പോക്ക് വീൽസിനുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും അലോയ് വീൽസ് അന്ന് തന്നെ ആക്കണമായിരുന്നു, പക്ഷേ അവരിപ്പോൾ അലോയ് വീൽസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ പേഴ്സണലി എൻ്റെ അഭിപ്രായത്തിൽ അലോയ് വീൽസ് തന്നെയാണ് എല്ലാ ബൈക്കുകൾക്കും നല്ലതെന്നാണ്. അതായത് അലോയ് വീൽസ് ആകുമ്പോൾ വേറെ മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ സ്പോക്ക് വീൽസ് ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്പോക്കുകൾ കാര്യങ്ങളൊക്കെ ലൂസാവുക, അത് റീസെറ്റ് ചെയ്യാൻ കൊടുക്കുക, അതിൽ ബെൻഡായി കഴിഞ്ഞാൽ വിഷയം, അങ്ങനെ പലതുണ്ട്. പക്ഷേ അലോയ് വീൽസിന് വെച്ച് സ്ട്രെങ്ത്തും കാര്യങ്ങളും കൂടുതലാണ്. വേറെ നമുക്ക് മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും അലോയ് വീൽസിന് വരാറില്ല. അപ്പോൾ ഇതിനിപ്പോഴും ഈ സ്പോക്ക് വീൽസ് ആയത് ഒരു പോരായ്മ തന്നെയാണ് പറയാം. വേറെ കാര്യപ്പെട്ട കുഴപ്പങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ ടയർ സൈസ് കാര്യങ്ങൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 90-19-19, അതായത് ഒരു 19 ഇഞ്ച് സൈസുള്ള ഒരു വീല് കാര്യങ്ങളാണ് ഫ്രണ്ട് വരുന്നത്. അപ്പോൾ ബാക്ക് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 90-80-18, ഒരു 18 ഇഞ്ചിലേക്ക് ചെറുതായിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് വീലും കാര്യങ്ങളും. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല. വീലിൻ്റെ സൈസിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യത്തിലൊന്നും ഒരു മോശം പറയാൻ പറ്റാത്തൊരു വാഹനം തന്നെയാണ് നമുക്ക് ക്ലാസിക് 350 കേട്ടോ. നമുക്ക് ഹാൻഡ്ലിംഗ് ഒന്നും ഒരിക്കലും മോശം എന്ന് പറയാൻ പറ്റില്ല, അത്രയും ഹാൻഡ്ലിംഗാണ്. പക്ഷേ ആ ബ്രേക്കിങ്ങിൻ്റെ വിഷയം വരുമ്പോൾ മാത്രം ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇതിൻ്റെ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു പറഞ്ഞതാണ്. പക്ഷേ എന്താ പറയുക, ഇപ്പോൾ കുറേ നല്ല കാര്യങ്ങളുണ്ട്, കുറച്ച് കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളുണ്ട്. ഏതൊരു വാഹനമാണെങ്കിലും അത് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ രണ്ടും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ഉൾപ്പെടുപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ വല്ലാണ്ട് ഞാൻ വലിച്ച് നീട്ടി ദീർഘിപ്പിക്കണില്ല. അപ്പോൾ പതുക്കെ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ലുക്കും കാര്യങ്ങളൊക്കെ ഈ രീതിയിലാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഓടിക്കേണ്ട നമുക്ക് ആ ഒരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഞാൻ ജസ്റ്റ് കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഹൈറ്റ് ഏകദേശം 175 ഉണ്ട്. പക്ഷേ എനിക്ക് പക്കയാണ്. അതായത് ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷനും കാര്യങ്ങളൊക്കെ നല്ല കംഫർട്ടായിട്ട് എനിക്ക് ഓടിക്കാൻ തന്നെ പറ്റാറുണ്ട്. ഈ ക്ലാസിക് 350 നല്ല ബുള്ളറ്റ് ഏതായാലും. അപ്പോൾ എനിക്ക് പേഴ്സണലി അത്യാവശ്യം നല്ല ഓടിക്കാൻ ഇഷ്ടപ്പെട്ടൊരു വാഹനം കൂടിയാണ്. അതായത് ഇത് കത്തി ചീർപ്പിച്ച് പോയാലുള്ള ഒരു സാധനമല്ല. അതായത് ഒരു ക്ലാസിക് റൈഡ്, അതായത് നമ്മളെന്താ പറയുക, ഇപ്പോൾ ഒരു എക്കണോമിയിലൊക്കെ നല്ല സുഖമാണ് ഇതുകൊണ്ട് പോകാൻ. വലിയ ഓവർ വൈബ്രേഷൻ ഇല്ലാതെ നമുക്ക് ഓടിച്ച് പോകാൻ സാധിക്കും. മര്യാദയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ജസ്റ്റ് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ സംഭവം സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ അത്യാവശ്യം നല്ല കണ്ടീഷനായിട്ടുള്ള ഒരു എൻജിൻ തന്നെയാണ്. വേറെ അവശബ്ദങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കേട്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ എൻജിൻ്റെ ഓരോ ഭാഗം മര്യാദയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വാഹനമായതുകൊണ്ട്, അതായത് എൻജിൻ സൈഡ് കാര്യങ്ങളൊക്കെ പ്രോപ്പർ മെയിൻ്റനൻസ് ആണ്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം നമുക്ക് ഇങ്ങനെ പണി കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ വല്ലാണ്ട് ഞാനിങ്ങനെ പറഞ്ഞ് ദീർഘിപ്പിക്കണില്ല, ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ലുക്കും കാര്യങ്ങളും പെർഫോമൻസ് സൈഡൊക്കെ ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് വലിയ ഹൈപ്പ് കൊടുക്കാൻ മാത്രമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഓടിക്കേണ്ട കംഫർട്ട് കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പതിയെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഏതായാലും വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പം കാണാം. അപ്പോൾ കൂടുതൽ ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒക്കെ ഒന്ന് പോയി വാച്ച് ചെയ്തൊക്കെ ലോങ് വീഡിയോസ് കാര്യങ്ങളുണ്ടാവും. ഈ പുതിയ ഏതെങ്കിലും വേറെ വാഹനങ്ങൾ ഏതെങ്കിലും റിവ്യൂ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഒരു ചെറിയ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഒരു മടിയും വേണ്ട, റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ ബൈ.